ദേശീയപാത ചാലക്കുടി കൊരട്ടി മേഖലയിൽ അടിപ്പാത നിർമ്മാണത്തിൽ ജനങ്ങൾക്ക് ആശങ്ക. സർവീസ് റോഡുകളുടെയും കാനകളുടെയും അശാസ്ത്രീയ നിർമ്മാണമാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. ആസ്തി വികസന രേഖയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന കാരണത്താൽ തകർന്നു വീണ താൽക്കാലിക പാലം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കാതെ ഇരിങ്ങാലക്കുട നഗരസഭ. കൃഷി നടത്താൻ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആരംഭിച്ച കർഷകർ. കഥകളി വേഷത്തെ മോശമായ ചിത്രങ്ങളിലൂടെ ഓൺലൈൻ പ്രചരിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി കലാമണ്ഡലവും കലാകാരന്മാരും രംഗത്ത്. സൈബർ സെല്ലിനെ സമീപിക്കാനൊരുങ്ങി കലാമണ്ഡലം. ഉത്തരേന്ത്യൻ മോഡൽ സൈബർ തട്ടിപ്പ് സംഘം കയ്പമംഗലത്ത് അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റിലായത്. കയ്പമംഗലം സ്വദേശിയിൽ നിന്ന് 46 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള വഴിയോര കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി നഗരസഭ അധികൃതർ. നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി വഴിയോര കച്ചവടക്കാർ. വാർത്തകൾ വിശദമായി. ദേശീയപാത ചാലക്കുടി കൊരട്ടി മേഖലയിൽ 3 മേൽപ്പാല അടിപ്പാത നിർമ്മാണത്തിൽ ജനങ്ങൾ ആശങ്കയിൽ. സർവീസ് റോഡുകൾ, കാനകൾ എന്നിവയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. അപകടങ്ങളും മരണങ്ങളും ഇല്ലാതാക്കുന്നതിന് ദേശീയപാതയിലെ 5 കിലോമീറ്ററിനിടയിൽ എല്ലാ സിഗ്നൽ ജംഗ്ഷനുകളിലും അടിപ്പാത നിർമ്മിക്കാൻ NHAA തീരുമാനിച്ചതാണ്. കൊരട്ടിയിലെ 3 ഇവയ്ക്ക് കളമൊരുങ്ങിയതുമാണ്. എന്നാൽ അടിപ്പാതകൾ നിർമ്മിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം സർവീസ് റോഡുകളും കാനകളും നിർമ്മിക്കുകയാണ് ദേശീയപാത അധികൃതർ. ഇടയ്ക്ക് മാത്രമായി ഒതുങ്ങുന്ന സർവീസ് റോഡുകൾ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അപൂർണമായ കാനകൾ വെള്ളക്കെട്ട് വർദ്ധിപ്പിക്കുമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിൽ ലൈറ്റ് വെഹിക്കുലാർ അണ്ടർ പാസേജും കൊരട്ടിയിൽ 60 മീറ്റർ നീളത്തിൽ മേൽപ്പാലവും നിർമ്മിക്കാനാണ് തീരുമാനം. കൊരട്ടി ജംഗ്ഷനിൽ നേരത്തെ അടിപ്പാതയുടെ രൂപരേഖ ആയിരുന്നുവെങ്കിലും ജനവികാരത്തെ മാനിച്ച് 3 സ്പാനുകളിലെ മേൽപ്പാലത്തിന് പിന്നീട് അനുമതി നൽകുകയായിരുന്നു. കൊരട്ടിയിൽ കേന്ദ്ര സർക്കാർ അച്ചുകൂടം വരെയാണ് ഇപ്പോൾ സർവീസ് റോഡും ഡ്രൈനേജും നിർമ്മിക്കുന്നത്. ഇത് ലത്തീൻ പള്ളി വരെ നീട്ടണമെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇതിന്റെ എതിർഭാഗത്ത് റെയിൽവേ ഗേറ്റ്, റോഡ് വരെ ബദൽ റോഡും സംവിധാനവും ആവശ്യമാണ്. മുരിങ്ങൂരും ചിറങ്ങര ജംഗ്ഷനും ഇതേ അവസ്ഥയിലാണ്. നിർമ്മാണം അവസാനഘട്ടത്തിലെത്തിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് വന്നുചേരുന്നത് അടിപ്പാതയുടെ സമീപത്താണ്. നേരത്തെ തയ്യാറാക്കിയ ഡിസൈൻ ആയതിനാൽ ഇതിന് ബദൽ സംവിധാനം വേണ്ടിവരും. ഇവിടത്തെ അപാകത പരിഹരിക്കണമെന്ന് ദേശീയപാത അധികൃതരോട് ആവശ്യപ്പെട്ടുവെന്ന് MLA സനീഷ് കുമാർ ജോസഫും അറിയിച്ചു. TCV ന്യൂസ്, ചാലക്കുടി. ആസ്തി വികസന രേഖയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന കാരണത്താൽ തകർന്നു വീണ താൽക്കാലിക പാലം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കാതെ ഇരിങ്ങാലക്കുട നഗരസഭ. കൃഷി നടത്താൻ കർഷകർ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആരംഭിച്ചു. കരുവന്നൂർ പുഴയിൽ നിന്ന് പുത്തൻതോട്ടിലേക്ക് വരുന്ന താമരവളയം കനാലിനു കുറുകെ ഇരിങ്ങാലക്കുട നഗരസഭയിലെ 2, 4 ഡിവിഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് വർഷം തോറും താൽക്കാലിക പാലം നഗരസഭ നിർമ്മിച്ചിരുന്നത്. മേഖലയിലെ നിരവധി കർഷകരാണ് ഈ പാലത്തെ ആശ്രയിച്ച് വാഴ, പച്ചക്കറി കൃഷി നടത്തിയിരുന്നത്. നഗരസഭയിലെ പ്രധാന കാർഷിക മേഖലയിൽ പെടുന്ന പ്രദേശമാണ് ഈ സ്ഥലം. എന്നാൽ കർഷകർക്കായി വർഷം തോറും കെട്ടാറുള്ള കിഴക്കേ പുഞ്ചപ്പാടം താൽക്കാലിക പാലമാണ് പുനർനിർമ്മിക്കാതെ കിടക്കുന്നത്. പൊറത്തിശ്ശേരി പഞ്ചായത്തായിരുന്ന കാലം മുതലേ ഈ പാലം നിർമ്മിച്ചു വരുന്നതാണ്. 2022 പാലം അവസാനമായി കെട്ടിയതെന്ന് കർഷകർ പറഞ്ഞു. 2023 ജൂലൈയിലുണ്ടായ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മുളകൊണ്ട് നിർമ്മിച്ചിരുന്ന പാലം തകർന്നു പോകുകയായിരുന്നു. ഇതോടെ ഇരുകരയിലും വളവും മറ്റ് കൃഷി ഉപകരണങ്ങളും ഇരുഭാഗത്തേക്കും കൊണ്ടുപോകേണ്ട കർഷകർ വഞ്ചിയും മറ്റു വഴികളെയും ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. തെങ്ങും പച്ചക്കറിക്ക് എല്ലാം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഒരു മരുഭൂമി പോലെ ആക്കിയത്. അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഉപജീവന മാർഗം മുഴുവൻ നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പറമ്പിലേക്ക് കടക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി അതിൽ വരില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൃഷിക്കാർ ഏറ്റെടുത്ത് ഒരു താൽക്കാലിക പാലം നിർമ്മിക്കണം ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതിലൊരു അനുമതി കിട്ടണം ഞങ്ങൾക്ക്. പുതിയ നിയമം അനുസരിച്ച് നഗരസഭയുടെ ആസ്തിയല്ലാത്ത സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കാൻ സാധിക്കില്ലെന്ന കാരണം പറഞ്ഞാണ് നഗരസഭ താൽക്കാലിക പാലം നിർമ്മിക്കാത്തത്. പാലം ഉണ്ടാക്കിയാൽ മാത്രമേ കർഷകർക്ക് കൃഷി ആവശ്യത്തിനായി സഞ്ചരിക്കാൻ കഴിയൂ. കർഷകരുടെയും കൗൺസിലറുടെയും ആവശ്യപ്രകാരം പൊറത്തിശ്ശേരി കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിച്ച് പാലം നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടിരുന്നു. എന്നാൽ പാലം നിർമ്മിക്കാനുള്ള നടപടി ആയിട്ടില്ല. വർഷം തോറുമുള്ള താൽക്കാലിക സംവിധാനം മാറ്റി സ്ഥിരമായി പാലം നിർമ്മിക്കാൻ നഗരസഭ തയ്യാറാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. മുൻകാലങ്ങളിൽ താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നെങ്കിലും ഇറിഗേഷന്റെ കീഴിലുള്ള തോടിനു മുകളിൽ നഗരസഭ പാലം നിർമ്മിക്കുന്നത് ക്രമവിരുദ്ധമാണെന്നാണ് പറയുന്നത്. അതേസമയം പാലം നിർമ്മാണത്തിൽ അനിശ്ചിതത്വം നേരിടുന്നതിനിടയിൽ കർഷകർ തന്നെ പണമെടുത്ത്
താൽക്കാലിക പാല നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്ഥിരമായ നടപ്പാലം നിർമ്മിക്കാൻ ശ്രമിക്കുമെന്ന് വാർഡ് കൗൺസിലർ അൽഫോൻസ തോമസ് പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു ഫണ്ട് കൊടുക്കണമെങ്കിൽ അതിൽ മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയായിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നടന്നു പോകാവുന്ന അങ്ങനെ ഒരു താൽക്കാലിക പാലം അല്ലാതെ ഒരു സ്ഥിരപ്പാലം കെട്ടുന്നതിന് ആ പാലത്തിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവുമുള്ള സ്വത്തിൻ്റെ അവകാശികൾ നമുക്ക് ആ സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് വിട്ടുതരാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിലൂടെയാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത്. ആ ഫണ്ട് നമുക്ക് നോക്കിയിട്ട് അത് പാസ്സാവുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയിൽ ചേർത്തുകൊണ്ട് സ്ഥിരമായിട്ടൊരു പാലം ചെയ്യിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പാലം നിർമ്മിക്കാൻ ആവശ്യമുള്ള സ്ഥലം നൽകാൻ ഇരു കരകളിലുമുള്ളവർ തയ്യാറായിട്ടുണ്ടെന്നും പ്രശ്നം സ്ഥലം MLA കൂടിയായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും കൗൺസിലർ പറഞ്ഞു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കഥകളി വേഷത്തെ കളിയാക്കും വിധമുള്ള ചിത്രങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി കലാമണ്ഡലവും കലാകാരന്മാരും രംഗത്ത്. സൈബർ സെല്ലിനെ സമീപിക്കാൻ തയ്യാറെടുത്ത് കലാമണ്ഡലം അധികൃതർ. കഥകളിയെ മോശമാക്കുന്ന തരത്തിൽ തലയിൽ കിരീടം വയ്ക്കുകയും ചുട്ടികുത്തുകയും അർദ്ധനഗ്ന സ്ത്രീകളും ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളും മോഡലായ ചിത്രങ്ങളാണ് സാമൂഹിക ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. കഥകളി ആസ്വാദകരും സ്വദേശത്തും വിദേശത്തുമുള്ള കഥകളി കലാകാരന്മാരും ചിത്രങ്ങൾക്കെതിരെ രംഗത്തെത്തി. മഹത്തായ കഥകളി പാരമ്പര്യത്തെ മോശമാക്കിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് കഥകളി കലാകാരന്മാരും കലാമണ്ഡലവും രംഗത്തെത്തിയത്. കലാമൂല്യങ്ങൾക്കെതിരായ കടന്നുകയറ്റത്തിനെതിരെ സൈബർ സെല്ലിന് പരാതി നൽകുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആവിഷ്കാര സ്വാതന്ത്ര്യമാകാം, എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു. കഠിനമായ ചിട്ടകളിലൂടെ ഇത്തരം കലാരൂപങ്ങൾ പഠിച്ചെടുക്കുന്നവരെ ഇത്തരം കാഴ്ചകൾ ഏറെ വേദനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ടിവിയിൽ കഥകളി രൂപം വെച്ച് ആഭാസ നൃത്തം ചിത്രീകരിച്ച ഒരു പരസ്യത്തിനെതിരെ കലാമണ്ഡലം രംഗത്ത് വരികയും തുടർന്ന് പരസ്യം പിൻവലിക്കുകയും ചെയ്തിരുന്നു. സമാന രീതിയിൽ 2 വർഷങ്ങൾക്ക് മുൻപ് നാഷണൽ ഗെയിംസിൽ കഥകളിയെ അവഹേളിച്ചുകൊണ്ട് വിവിധ പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിനെതിരെയും കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിർത്തിവച്ചിരുന്നു. ഈ സംഭവത്തിലും അസോസിയേഷൻ പരാതി നൽകുമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ലോകം മുഴുവൻ അംഗീകരിച്ച കേരളത്തിന്റെ തനത് കലയായ കഥകളിയെ കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഗ്രാഫറായ ജ്യോതിഷ് ലാലും അദ്ദേഹത്തിന്റെ മോഡലായ സോനിക മീനാക്ഷിയും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കഥകളിയെ മോശമായ രീതിയിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതായി കണ്ടു. കഥകളിയെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നും അവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷന് വേണ്ടി ആവശ്യപ്പെടുന്നു. TCV ന്യൂസ്, ചെറുതുരുത്തി. സിനിമകൾക്ക് റിവ്യൂ ചെയ്ത് ലാഭം നേടാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ 46 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശികളായ അബ്ദുൾ അയൂബ്, ഷിനാജ്, അസ്ലം, തിരുവനന്തപുരം സ്വദേശി ഷഫീർ എന്നിവരാണ് പിടിയിലായത്. കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാന്റെ നേതൃത്വത്തിൽ SI KS സൂരജ്, സീനിയർ CPOമാരായ CB സുനിൽകുമാർ, TS ജ്യോതിഷ്, CPOമാരായ TK സൂരജ്, പ്രവീൺ ഭാസ്കർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് തമിഴ്നാട്ടിലെ ഹൊസൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമായി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പല ആളുകളുടെ പേരിലെടുത്ത 18ഓളം ATM കാർഡുകൾ ഇവരിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കയ്പമംഗലം സ്വദേശിയുടെ പണമാണ് പ്രതികൾ തട്ടിയെടുത്തത്. തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള വഴിയോര കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി നഗരസഭ അധികൃതർ. നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി വഴിയോര കച്ചവടക്കാർ. 6 അടി നീളത്തിലും 6 അടി വീതിയിലും മാത്രമായിരിക്കണം വഴിയോര കച്ചവടങ്ങൾ ഉണ്ടാകേണ്ടതെന്ന നഗരസഭാ അറിയിപ്പിനെതിരെയാണ് കച്ചവടക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വഴിയോര കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വഴിയോര കച്ചവടക്കാർ പറഞ്ഞു. ഞങ്ങളുടെ നിർബന്ധമായിട്ട് മുനിസിപ്പാലിറ്റി പറയുന്നതെന്ന് വെച്ചാൽ 6x6 എന്ന തോതിൽ അവിടെ ഒരു അളന്നിട്ടിട്ട് അതിൽ കച്ചവടം ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ആ 6x6 ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ചുരുങ്ങിയത് ഒരു 12x12 വേണം അവിടെ കച്ചവടം ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഒരാൾ വന്ന് നിൽക്കാനോ ഇരിക്കാനോ ഒന്നിന് വണ്ടി പാർക്ക് ചെയ്യാനോ ഒന്നിനും സ്ഥലം ഉണ്ടാവില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു, ഇത്ര സ്ഥലം ഞങ്ങൾക്ക് പോരാ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ്, ചെയർപേഴ്സൺ പറയുന്നത്, നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ വാടക റൂം എടുത്തിട്ട് അതിൽ പോയി കച്ചവടം ചെയ്തോന്നാണ് പറയണത്.
അപ്പോൾ ഞങ്ങൾക്ക് അതിൽ എല്ലാവർക്കും പ്രതിഷേധമുണ്ട് അത് ഇങ്ങനെ ഈ കച്ചവടം ചെയ്യുന്നത്. അതേസമയം കാൽനട യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നഗരസഭ അനുവദിച്ചതിൽ അധികം സ്ഥലം ഉപയോഗിച്ചതിനാലാണ് നടപടി എടുത്തതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. സർക്കാർ നിർദ്ദേശിച്ച അളവിൽ 13 പേർക്കാണ് ചാവക്കാട് നഗരസഭയിൽ തെരുവ് കച്ചവടത്തിനായി സ്ഥലം അനുവദിച്ചു നൽകിയിട്ടുള്ളത്. എന്നാൽ മിനി സിവിൽ സ്റ്റേഷന്റെ എതിർവശത്തായുള്ള വഴിയോര കച്ചവടക്കാർ കച്ചവടം കൂടുതൽ വിപുലീകരിക്കാൻ അളവിൽ വ്യത്യാസം വരുത്തി കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചതിനാലാണ് നടപടികൾ എടുത്തതെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. തെരുവ് കച്ചവട നിയമത്തിൽ അനുശാസിക്കുന്ന വിധത്തിൽ 6/6 എന്ന അളവിലാണ് നമുക്ക് സ്ഥലം കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് മുമ്പ് 2 തവണ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നെങ്കിലും അവർ കച്ചവടം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നീങ്ങി പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കാൽനട യാത്രക്കാർ അതുപോലെ തന്നെ മറ്റ് വണ്ടികൾക്കൊക്കെ പോകാനുള്ള തടസ്സങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 6/6 പകരം അവർക്ക് 12/12 വേണമെന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. പക്ഷെ ഒരു കാരണവശാലും തെരുവ് കച്ചവടം ആ രീതിയിൽ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഇന്നലെ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിന്ന് പോയപ്പോൾ അവരോട് കയർത്ത് സംസാരിക്കുകയും അവരുടെ ആ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകും. വഴിയോര കച്ചവടക്കാർക്ക് സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും തെരുവ് കച്ചവടത്തിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള നിശ്ചിത അളവിനെപ്പറ്റി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും സർക്കാർ ഉത്തരവിനെ മാനിക്കാതെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. TCV ന്യൂസ്, ചാവക്കാട്. ചേറ്റുവ പാലത്തിന് മുകളിൽ ഗുഡ്സ് വാനും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവർ കർണാടക സ്വദേശി മൊഹിയുദ്ദീൻ, ഗുഡ്സ് വാൻ ഡ്രൈവർ നടുവന്നൂർ സ്വദേശി ഷെഫീഖ്, വയനാട് സ്വദേശി റോബിൻ, ചാലക്കുടി സ്വദേശി വിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനത്തിന്റെയും മുൻവശം ഭാഗികമായി തകർന്നു. കർണാടക ബെല്ലാരിയിൽ നിന്നും മുളകുമായി മട്ടാഞ്ചേരിയിലേക്ക് വന്നിരുന്ന പിക്കപ്പ് വാനും സ്വകാര്യ കൊറിയർ കമ്പനി സർവീസ് നടത്തുന്ന ഗുഡ്സ് വാനുമാണ് കൂട്ടിയിടിച്ചത്. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ പിക്കപ്പ് വാൻ ഡ്രൈവർ മൊഹിയുദ്ദീനെ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഇയാളുടെ കാലിന് സാരമായ പരിക്കുണ്ട്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പോലീസ് ക്രെയിൻ എത്തിച്ച് വാഹനങ്ങൾ നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ശക്തമായ കാറ്റിൽ മാവ് കടപുഴകി വീണ് പാവർട്ടിയിൽ വീട് തകർന്നു. പാവർട്ടി പാലുവായ് റോഡിൽ പുളിച്ചാറം വീട്ടിൽ മോനുട്ടിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. വീടിനുള്ളിലെ സീലിംഗും തകർന്നിട്ടുണ്ട്. മാപ്രാണത്ത് ജനവാസ മേഖലയിൽ അറവ് മാലിന്യം തള്ളുന്നതായി പരാതി. ഇരിങ്ങാലക്കുട ഹോളി ക്രോസ് ദേവാലയ പരിസരത്ത് നിന്നും മാടായിക്കോണം സ്കൂളിലേക്ക് പോകുന്ന റോഡരികിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് അറവ് മാലിന്യം തള്ളുന്നതായി പ്രദേശവാസികൾ പറയുന്നത്. കന്നുകാലികളുടെ ആന്തരിക അവയവങ്ങളടങ്ങിയ മാലിന്യമാണ് രാത്രികാലങ്ങളിൽ ഇവിടെ തള്ളുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ നമ്മൾ പല പ്രശ്നം ഗ്രാമസഭയിൽ പറഞ്ഞ് ബോർഡ് വയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ അറവുശാലത്ത് പണ്ടത്തിൻ്റെ ഉള്ളിലത്തെ ചാണമായിട്ടുള്ള സാധനം ഇവിടെ ഈ പറമ്പുകളിൽ കൊണ്ട് നിക്ഷേപിച്ചിരിക്കണം. അതിങ്ങനെ ഒഴുകി മറ്റുള്ള വീടുകളിലേക്കും അവിടെ താഴത്തുള്ള വീടുകളിലേക്കൊക്കെ ഈ വെള്ളം ഒഴുകിയേ പോകണം. അത് ആരോട് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ നമ്മൾ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനൊരു നടപടി എടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു. അനധികൃത കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ വസ്തുനികുതി ഈടാക്കിയതിനെതിരെയുള്ള ട്രിബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഇരിങ്ങാലക്കുട നഗരസഭാ യോഗത്തിൽ തീരുമാനം. MCP ഗ്രൂപ്പ് ഉടമ നൽകിയ ഹർജിയെ തുടർന്ന് ഉടമയെ നേരിട്ട് കേൾക്കാൻ നഗരസഭാ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ട്രിബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യാൻ നഗരസഭാ യോഗത്തിൽ തീരുമാനിച്ചു. വിഷയത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി ചെയർപേഴ്സൺ സുജ സജീവ് കുമാർ യോഗത്തിൽ അറിയിച്ചു. എന്നാൽ അനധികൃത കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ ഹൈക്കോടതി വിധിയെ തുടർന്ന് 2 കോടിയോളം രൂപ MCP ഗ്രൂപ്പ് നഗരസഭയിൽ അടച്ചതാണെന്നും ഇത്രയും പണം തിരിച്ചു നൽകേണ്ടി വന്നാൽ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുമെന്ന് BJP പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ യോഗത്തിൽ അറിയിച്ചു. എന്നാൽ നഗരസഭയ്ക്ക് വരുമാനമൊന്നും നഷ്ടപ്പെടുന്നില്ലെന്നും നടപടിക്രമത്തിൽ വന്ന വീഴ്ച പരിഹരിക്കാനാണ് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും സെക്രട്ടറി വിശദീകരിച്ചു. വാദിക്കും പ്രതിക്കും വേണ്ടി വാദിക്കുന്ന സ്റ്റാൻഡിംഗ് കൌൺസിലിനെ മാറ്റണമെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് KR വിജയ ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലായ അഡ്വക്കേറ്റ് KK ചന്ദ്രൻപിള്ളയുടെ സേവന കാലാവധി പുതുക്കി നൽകേണ്ടതില്ലെന്നും പുതിയ അഭിഭാഷകനെ നിയമിക്കാൻ അപേക്ഷ ക്ഷണിക്കാനും യോഗം തീരുമാനിച്ചു. മുല്ലശ്ശേരി മുളഞ്ചേരി കുളത്തിന് സമീപം തെങ്ങ് വീണ് സ്കൂട്ടർ തകർന്നു. പഞ്ചായത്ത് മെമ്പർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മുല്ലശ്ശേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുന്നത്തുള്ളി ദിൽന ധനേഷിന്റെ സ്കൂട്ടറാണ് തകർന്നത്. പുറത്തുപോയി വന്ന ദിൽന സ്കൂട്ടർ പാർക്ക് ചെയ്ത് ഇറങ്ങിയ ഉടനെ തെങ്ങ് മറിഞ്ഞു വീഴുകയായിരുന്നു. വെള്ളറക്കാട് നെല്ലിക്കുന്നിൽ നിന്ന് അനധികൃതമായി മണ്ണ് കടത്തിയിരുന്ന വാഹനങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. മണ്ണെടുത്തിരുന്ന ഹിറ്റാച്ചിയും ടിപ്പർ ലോറിയും SIU മഹേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് മേഖലയിൽ പരിശോധന നടത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥരായ സുഭാഷ്, ജിതേഷ് എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. വെള്ളറക്കാട് നെല്ലിക്കുന്ന് മേഖലയിൽ അനധികൃത മണ്ണെടുപ്പ് വ്യാപകമായാണ് നടക്കുന്നത്. പ്രളയത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വ്യക്തത വരുത്തണമെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പ്രളയബാധിതരുടെ എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കെ ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, അലക്സ് ചുക്കിരി, പ്രിൻസൺ തയ്യാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട മുല്ലക്കാട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തണ്ണീർത്തടം മണ്ണിട്ട് നികത്താനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. മുല്ലക്കാട് പോൾജോ കമ്പനിക്ക് സമീപം കാട്ടിക്കുളം വീട്ടിൽ രതീഷിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ടിപ്പർ ലോറികളിൽ മണ്ണടിച്ച് നികത്താൻ ശ്രമിച്ചത്. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തുകയും തണ്ണീർത്തടത്തിൽ മണ്ണടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 3 ടിപ്പർ ലോറികൾ അടക്കം തടഞ്ഞുവെക്കുകയും പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ കേരള സ്റ്റേറ്റ് തീരദേശ വികസന കോർപ്പറേഷൻ മാളയിൽ നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തി മത്സ്യത്തൊഴിലാളികൾക്ക് ലേലം ചെയ്തു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം. 20 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് കച്ചവടം നടത്തി വരുമാനം നേടാവുന്ന മത്സ്യ മാർക്കറ്റ് വർഷങ്ങളായി ലേലം നടത്താറില്ല. ഇതുമൂലം പഞ്ചായത്തിനും മത്സ്യത്തൊഴിലാളികൾക്കും ലഭിക്കേണ്ട വരുമാനം നഷ്ടപ്പെടുത്തുന്നത് സംബന്ധിച്ച് TCV വാർത്തയെ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ AA അഷ്റഫ് പരാതി നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനത്തിനായി ഫിഷറീസ് വകുപ്പ് 70.72 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റ് കൈമാറി കിട്ടിയ മാള പഞ്ചായത്ത് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ചീഫ് സെക്രട്ടറി, തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, പഞ്ചായത്ത് ഡയറക്ടർ, ജില്ലാ കളക്ടർ എന്നിവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ലേലം ചെയ്ത് നൽകി ഉപയോഗിക്കാൻ സൌകര്യം ഒരുക്കാതെ മത്സ്യ മാർക്കറ്റ് നശിപ്പിച്ച് പഞ്ചായത്തിന്റെ വരുമാനം നഷ്ടപ്പെടുത്തിയ അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന്റെ മുന്നോടിയായാണ് പരാതി നൽകിയിട്ടുള്ളതെന്ന് AA അഷ്റഫ് വ്യക്തമാക്കി. പഞ്ചായത്തിന്റെ കീഴിലുള്ള മത്സ്യ മാർക്കറ്റ് കഴിഞ്ഞ 4 വർഷക്കാലമായി തുടർച്ചയായിട്ട് മാളയിലെ മത്സ്യ കച്ചവടക്കാർക്ക് ലേലം ചെയ്ത് കൊടുക്കുന്നില്ല, ലേലം നിഷേധിക്കപ്പെടുന്നു, അവർ കച്ചവടം ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളൊരു വ്യാപകമായൊരു പരാതി കഴിഞ്ഞ 4 വർഷമായി മാളയിലുണ്ട്. എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഈ ലേലം ആ ലേലം ചെയ്യാതെ പഞ്ചായത്തിന് കിട്ടേണ്ട ഒരു വരുമാനം വേണ്ടെന്ന് വെക്കുന്നതിനുള്ള കാരണം വളരെ ദുരൂഹമാണ്. ഇത്രയേറെ പണം ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ മത്സ്യ മാർക്കറ്റ് 1 വർഷമാണ് ലേലം ചെയ്ത് ഇവിടുത്തെ കച്ചവടം കൊടുത്തത്. പിന്നീട് ആ ഭരണസമിതി പോയി ഇടതുപക്ഷ ഭരണസമിതി വന്നപ്പോൾ മുതൽ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഇത് മത്സ്യം കച്ചവടക്കാർക്ക് ലേലം ചെയ്ത് കൊടുക്കുന്നില്ല. അവിടെ വേറെ ഏതോ ഒരു പദ്ധതി വരാൻ പോകുന്നു അത്രേ. ഈ കെട്ടിടം ഇടിച്ച് പൊളിച്ച് കളഞ്ഞ് അവിടെ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ഒരു 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 എന്തോ ഒരു സ്മാരകം വരാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പുത്തൻ പീടികയിൽ നിന്ന് കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം പെരിങ്ങോട്ടുകര തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് പുറകിലുള്ള മാത്തുത്തോട്ടിൽ നിന്ന് കണ്ടെത്തി. പുത്തൻ പീടിക വടക്കുമുറി പുളിപ്പറമ്പിൽ ഷൺമുഖന്റെ ഭാര്യ ഓമനയുടെ മൃതദേഹമാണ് വീടിന് 1 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയത്. താന്യം 4-ാം വാർഡിൽ ചുമ്മാർ റോഡിന് സമീപമാണ് ഇവർ താമസിച്ചിരുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് മുതലാണ് ഇവരെ കാണാതായത്. മാള പഞ്ചായത്തിലെ മാളക്കടവ് MCF കുടുംബശ്രീയുടെ ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റിന് സമീപത്തേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ നാട്ടുകാർ ധർണ നടത്തി. നിലവിൽ പ്രവർത്തിക്കുന്ന MCF കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയാതെ ജനവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് മാള പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിട്ടുള്ളത്. ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കൃത്യമായി കയറ്റിവിടാൻ കഴിയുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് മാറ്റത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്.
പഞ്ചായത്ത് MCF മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ള സ്ഥലത്തിനടുത്താണ് കുടുംബശ്രീ സംരംഭമായ ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റും ഗവൺമെന്റ് ITIയും പ്രവർത്തിക്കുന്നത്. ശുചിത്വ മിഷൻ ഫണ്ട് ലഭിക്കുന്നതിന് മാത്രമായി MCF മാറ്റുന്നുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. വലിയ പറമ്പിൽ നടന്ന ധർണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. അനിൽകുമാർ അതിയാരത്ത്, ജിയോ ജോർജ്, അമ്പിളി സജീവൻ, ബിനോയ് അതിയാരത്ത് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി ബസ്സുകളിൽ നിന്നും ഫീസ് പിരിക്കുന്ന സമ്പ്രദായം പ്രതിപക്ഷ കൌൺസിലർമാർ ഇടപെട്ട് തടഞ്ഞു. രസീത് പുസ്തകങ്ങൾ പിടിച്ചെടുത്ത് നഗരസഭാ സെക്രട്ടറിയെ ഏൽപ്പിച്ചു. സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കുന്നതിന് ദിവസം തോറും 18 രൂപ വീതം നഗരസഭയ്ക്ക് നൽകണമെന്നാണ് വ്യവസ്ഥ. പണം പിരിക്കുന്നതിന് കരാറുകാരനെ നിശ്ചയിക്കുകയും ചെയ്യുന്നതാണ് നിലവിലെ രീതി. എന്നാൽ ഇപ്പോഴത്തെ കരാറുകാരൻ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന വിവരം നഗരസഭ അധികൃതരെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ മാസങ്ങളായി മറ്റൊരു വിഭാഗം ബസ് സ്റ്റാൻഡിൽ നിന്നും അനധികൃതമായി പിരിവ് നടത്തുകയായിരുന്നു. ഇതാണ് പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, VJ ജോജി എന്നിവരുടെ നേതൃത്വത്തിൽ കൌൺസിലർമാർ തടഞ്ഞത്. മങ്ങാട് കോട്ടപ്പുറത്ത് നിന്നും റബ്ബർ ഷീറ്റ് നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മങ്ങാട് മൂത്തേടത്ത് പറമ്പിൽ പൊന്നുകുട്ടനെയാണ് CI ലൈജുമോൻ, എരുമപ്പെട്ടി SI U മഹേഷ്, ASI KA ഷാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മങ്ങാട് സ്വദേശി ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റിൽ നിന്നാണ് ഹാൻഡ്വീൽ, റോളർ മെഷീൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ മോഷണം പോയത്. എരുമപ്പെട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നെല്ലുവായിലുള്ള ആക്രിക്കടയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കൂട്ടുപ്രതി മങ്ങാട് സ്വദേശി ശരത്ത് ഒളിവിലാണ്. CPOമാരായ നൌഷാദ്, സുഭാഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വല്ലച്ചിറ പഞ്ചായത്ത് പരിധിയിൽ പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിച്ച സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തി. വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രവും പഞ്ചായത്തും സംയുക്തമായി ഹെൽത്തി കേരള പരിശോധനയിലാണ് പൊതുജനാരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിച്ച സുശ്രുത ലൈഫ് സയൻസ് ശ്രീകൃഷ്ണപുരം എന്ന സ്ഥാപനത്തിന് 10,000 രൂപയും കൊതുകു പ്രജനന കേന്ദ്രം സൃഷ്ടിച്ച് പാഴ്വസ്തുക്കൾ സൂക്ഷിച്ച ആക്രിക്കടയ്ക്ക് 5,000 രൂപ പിഴയും ഈടാക്കിയത്. വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PS അരുൺകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജേഷ് കുമാർ, AM ആരോമൽ, പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് അനിത KM എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി ഭാഗവത സപ്താഹം ആരംഭിച്ചു. അഷ്ടമിരോഹിണി നാളിൽ ശ്രീകൃഷ്ണാവതാരം വരുന്ന രീതിയിലാണ് സപ്താഹം ക്രമീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ യജ്ഞാചാര്യന്മാരെ ആചാര്യവരണം നടത്തി. തുടർന്ന് മാഹാത്മ്യ പാരായണം നടന്നു. ദിവസവും രാവിലെ 6 മണി മുതൽ പാരായണവും രാവിലെ 11-നും ഉച്ചതിരിഞ്ഞ് 2:45-നും പ്രഭാഷണവും ഉണ്ടാകും. അഷ്ടമിരോഹിണി ദിവസമായ തിങ്കളാഴ്ച രാത്രി ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്യും. 29-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് സപ്താഹ യജ്ഞ സമർപ്പണം നടക്കും. ചേലക്കരയിൽ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെങ്ങാനെല്ലൂർ കാടഞ്ചേരി വളപ്പിൽ 65 വയസ്സുള്ള വിജയനെയാണ് ആശുപത്രിക്ക് പുറകുവശത്തായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിലെ തോട്ടം തൊഴിലാളിയാണ്. ചേലക്കര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന്റെ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന പാഴ്ചെടികൾ വെട്ടിനീക്കണമെന്ന് ആവശ്യമുയരുന്നു. വാർഷിക അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കനാലിനകത്തെ പുല്ലും ചെളിയും നീക്കാറുണ്ടെങ്കിലും കാട് കയറി കിടക്കുന്ന കനാൽ ബണ്ടുകൾ വൃത്തിയാക്കാറില്ല. ഇതുമൂലം കനാൽ ബണ്ട് റോഡുകൾ പുല്ലും പാഴ്ചെടികളും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. കനാൽ ബണ്ടിലെ കുറ്റിക്കാടുകളിൽ ഇഴജന്തുക്കളും തെരുവുനായ്ക്കളും വിഹരിക്കുന്നതിനാൽ ഇതുവഴിയുള്ള യാത്ര സുരക്ഷിതമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്തിന്റെ പകുതിയോളം പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് ജലസേചനത്തിന് വെള്ളമെത്തുന്നത് ഈ കനാലിലൂടെയാണ്. ഇറിഗേഷൻ വകുപ്പ് നേരിട്ടാണ് കനാൽ വൃത്തിയാക്കി വരുന്നത്. നേരത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർഷത്തിൽ 2 തവണ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കനാൽ വൃത്തിയാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഇറിഗേഷൻ വകുപ്പ് ഈ പ്രവൃത്തി നേരിട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ കനാൽ മാലിന്യവും കാടും നിറഞ്ഞ് ശോച്യാവസ്ഥയിലായി. തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിച്ച് കനാലും കനാൽ ബണ്ടും വൃത്തിയാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. രാഷ്ട്രപതിക്കൊപ്പം രക്ഷാബന്ധൻ ആഘോഷിക്കാൻ അവസരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ തൃശൂർ പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായ ശ്രാവ്യ വിജേഷ്,
ആമ്പൽ ദീപക്, നൈനിക NS, ജ്വാല അമൃത, ധ്രുപദ് സനൽ എന്നിവരാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനൊപ്പം രക്ഷാബന്ധൻ ഉത്സവത്തിൽ പങ്കെടുത്തത്. അധ്യാപിക ലിസി മൂക്കനും വിദ്യാർത്ഥികൾക്കൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് മാലിന്യയാർഡിന് സമീപം നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. പാർലിക്കാട് ഭാഗത്തു നിന്നും വന്നിരുന്ന കുമ്പളങ്ങാട് സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പാമ്പുകളും മനുഷ്യനുമായുള്ള സംഘർഷം ലഘൂകരിക്കുന്ന ദൌത്യത്തിന്റെ ഭാഗമായി ചാലക്കുടി വനം ഡിവിഷന്റെ പരിധിയിൽപ്പെട്ട 60ഓളം സന്നദ്ധ പ്രവർത്തകർക്ക് ശാസ്ത്രീയ രീതിയിൽ പാമ്പ് പിടിക്കുന്നതിന് പരിശീലനം നൽകി. ചാലക്കുടി ഡിവിഷന്റെ കീഴിലെ 34 പഞ്ചായത്തുകളിൽ നിന്നായി 59 പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. മികവ് പുലർത്തിയവർക്ക് കൂടുതൽ പരിശീലനം നൽകും. ചാലക്കുടി ഫോറസ്റ്റ് IBയിൽ നടന്ന ക്ലാസ് DFO M വെങ്കിടേശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർപ്പ കോർഡിനേറ്റർ മുഹമ്മദ് അൻവർ പരിശീലന ക്ലാസ് നയിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA സന്നിഹിതനായിരുന്നു. വയനാട് ദുരന്തബാധിതർക്ക് പ്രവാസി വാട്സ്ആപ്പ് കൂട്ടായ്മ സ്വരൂപിച്ച ധനസഹായത്തിന്റെ ചെക്ക് കൈമാറി. അബുദാബിയിലെ മലയാളികൾ രൂപീകരിച്ച സേവ് വയനാട് വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വരൂപിച്ച 2 ലക്ഷം രൂപയുടെ ചെക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് കൂട്ടായ്മ പ്രതിനിധികൾ ചെക്ക് നൽകി. കൂട്ടായ്മ പ്രതിനിധികളായ വൈശാഖ്, AC വിനീഷ്, KL ബിജു, AC വിജേഷ്, ജിൻഡോ, ബിബിൻ എന്നിവർ ചേർന്നാണ് കളക്ടർക്ക് ചെക്ക് കൈമാറിയത്. പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാകവി കുമാരനാശാൻ അനുസ്മരണവും കാവ്യചർച്ചയും സംഘടിപ്പിച്ചു. വലപ്പാട് ചന്തപ്പടി കഴിമ്പ്രം വിജയൻ ഓപ്പൺ സ്റ്റേജിൽ നടന്ന ചടങ്ങ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് അരവിന്ദൻ പണിക്കശ്ശേരി അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് BD പ്രേംപ്രസാദ്, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, P. സുൾഫിക്കർ, സുഭാഷ്ണി മഹാദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 52ാം ആണ്ട് നേർച്ച ഈ മാസം 25, 26, 27 തീയതികളിലായി നടക്കും. 25-ന് രാവിലെ 10-ന് ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിക്കും. ആണ്ട് നേർച്ച ദിനമായ 27-ന് രാവിലെ 8-ന് മൌലീദ് പാരായണം, 10 മണി മുതൽ 1 മണി വരെ നേർച്ച ഭക്ഷണ വിതരണവും നടക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന ഖത്തം ദുവായ്ക്ക് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി നേതൃത്വം നൽകും. KS സെയ്ദ് മുഹമ്മദ്, MS മുഹമ്മദ് അബ്ദുൾ ഖാദർ, MS ഈസ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അഞ്ചേരി കാർഷികേതര വായ്പ സഹകരണ സംഘത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഞായറാഴ്ച റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടുമുറിക്കൽ സഹകാരി സംഗമം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് സതീഷ് മാങ്കുഴി, സെക്രട്ടറി PS ഗിരീഷ്, KB ജിനോഷ്, സ്മിത അനീഷ് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വാർത്താ വായന മത്സരം വിദ്യാർത്ഥികൾക്ക് പുതുമയുള്ള അനുഭവമായി മാറി. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് ദൃശ്യമാധ്യമ വാർത്താ അവതരണ മത്സരം നടത്തിയത്. കുന്നംകുളം ഉപജില്ലാ തലത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ശ്രീഹൃദയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആർഷ S. വാര്യരും 1ാം സ്ഥാനം നേടി. CCTV സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണി, ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി മന്ത്രിസഭയിൽ പട്ടേൽ ആഭ്യന്തരമന്ത്രി മഹാത്മാഗാന്ധി പഞ്ചാബിൽ കലാപം രൂക്ഷം. ഗുരുവായൂർ ബ്രഹ്മകുളം പാല ബസാറിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ബ്രഹ്മകുളം ചൊവ്വല്ലൂർ വീട്ടിൽ ബിൻസി, മകൻ ജോവാക്കിൻ, പെരുവല്ലൂർ പണിക്കശ്ശേരി ആതിര എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടത്തുരുത്തി പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നെടിയിരിപ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജയ് ബാബു അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗിരീഷ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷ് പള്ളത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്യാം കാഞ്ഞിരപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു.
കടങ്ങോട് പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്ലാൻ ഫോർ മദർ ക്യാമ്പയിന്റെ ഭാഗമായി വൃക്ഷത്തൈ നട്ടു. വെള്ളറക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്ര പരിസരത്ത് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ മണി, പഞ്ചായത്ത് മെമ്പർമാരായ KR സിമി, ജോളി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് നിന്നും ഭീമൻ ഉടുമ്പിനെ പിടികൂടി. എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന് സമീപം റോഡരികിലാണ് ഉടുമ്പിനെ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് അംഗമായ മുഹമ്മദ് ഉടുമ്പിനെ പിടികൂടി. പിന്നീട് വനം വകുപ്പ് അധികൃതർ എത്തി ഉടുമ്പിനെ കാട്ടിൽ വിട്ടയച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53440 രൂപ, വെള്ളി ഗ്രാമിന് 92 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3252 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത ചാലക്കുടി കൊരട്ടി മേഖലയിൽ അടിപ്പാത നിർമ്മാണത്തിൽ ജനങ്ങൾക്ക് ആശങ്ക. സർവീസ് റോഡുകളുടെയും കാനകളുടെയും അശാസ്ത്രീയ നിർമ്മാണമാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. ആസ്തി വികസന രേഖയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന കാരണത്താൽ തകർന്നു വീണ താൽക്കാലിക പാലം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കാതെ ഇരിങ്ങാലക്കുട നഗരസഭ. കൃഷി നടത്താൻ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആരംഭിച്ച കർഷകർ. കഥകളി വേഷത്തെ മോശമായ ചിത്രങ്ങളിലൂടെ ഓൺലൈനിൽ പ്രചരിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി കലാമണ്ഡലവും കലാകാരന്മാരും രംഗത്ത്. സൈബർ സെല്ലിനെ സമീപിക്കാനൊരുങ്ങി കലാമണ്ഡലം. ഉത്തരേന്ത്യൻ മോഡൽ സൈബർ തട്ടിപ്പ് സംഘം കയ്പമംഗലത്ത് അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റിലായത്. കയ്പമംഗലം സ്വദേശിയിൽ നിന്ന് 46 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള വഴിയോര കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി നഗരസഭാ അധികൃതർ. നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി വഴിയോര കച്ചവടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.